കേരള സർവകലാശാല ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിക്കാൻ VC കഴിഞ്ഞ ദിവസം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അടിയന്തര യോഗം വിളിക്കണം എന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നുച്ചയ്ക്ക് യോഗം വിളിക്കാനാണ് VCയുടെ തീരുമാനം. സർവകലാശാല ആസ്ഥാനത്തെ പ്രധാന കവാടത്തിൽ കോൺഗ്രസ് അനുകൂല സംഘടനാ ജീവനക്കാർ പ്രതിഷേധിക്കുകയാണ്. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, ഈ കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിക്ക് ഒരു അറുതി ഉണ്ടാകുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ? ലക്ഷ്മി, കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി ഇപ്പോൾ ക്രിമിനൽ അതിനോടൊപ്പം തന്നെ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ജീവനക്കാർ രംഗത്തെത്തിയത്. ഈ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി സിൻഡിക്കേറ്റ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി എന്ന് ആരോപിച്ചായിരുന്നു ജീവനക്കാർ, കോൺഗ്രസ് BJP അനുകൂല സംഘടനകളിലെ ജീവനക്കാർ രംഗത്തെത്തിയത്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ജീവനക്കാരുടെ സംഘടനകളും VCക്കും അതിനോടൊപ്പം തന്നെ പോലീസിലുമൊക്കെ പരാതി നൽകിയിരുന്നു. രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പൻ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള ഷിജു ഖാൻ, അഡ്വക്കേറ്റ് G മുരളീധരൻ ഇവർക്കെതിരെയാണ് പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് ഇവർ രണ്ടുപേരും, ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രണ്ടുപേരും ജീവനക്കാർക്കെതിരെയും പരാതി നൽകി. ഈ യോഗം ചേരുന്ന സിൻഡിക്കേറ്റ് റൂമിലേക്ക് ജീവനക്കാർ അതിക്രമിച്ച് കയറി ആക്രോശിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അവരും പരാതി നൽകിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ജീവനക്കാരുടെ ആവശ്യം, അല്ലെങ്കിൽ ഈ ജീവനക്കാരുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് യോഗം. ഇതിൽ പ്രധാനമായും ജീവനക്കാർ ഉന്നയിക്കുക, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തങ്ങളെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് അവർ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടെയാണ് അവർ ഇപ്പോൾ കൂടിച്ചേരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ എന്നോണം കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കേണ്ട, ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായാൽ വൈസ് ചാൻസലറെ നേരിട്ട് അറിയിക്കാമെന്നൊക്കെ. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി യോഗം നടക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എല്ലാ ജീവനക്കാരുടെ സംഘടനകൾ, CPI ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, അതിനോടൊപ്പം തന്നെ CPM അടക്കമുള്ള ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി. ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.